നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ക്ഷേമ പദ്ധതികൾക്കും സാമൂഹിക സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന ബജറ്റാണിതെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ ചില മേഖലകളിൽ പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തത് ചർച്ചയാവുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ, ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ, പെൻഷൻ, ക്ഷേമ പെൻഷനുകൾ, അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് നോക്കാം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നൽകി വന്നിരുന്ന പ്രതിമാസ 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷത്തെ ബജറ്റിൽ ഈ പദ്ധതിക്കായി പ്രത്യേക പ്രഖ്യാപനമോ പുതിയ വകയിരുത്തലോ ഉണ്ടായില്ല എന്നുള്ളത് സാരമായി ബാധിച്ച കാര്യമാണ് സ്ത്രീകൾക്ക്. ഇത് നിരവധി ഗുണഭോക്താക്കൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഈ സഹായം വലിയ ആശ്വാസമായിരുന്നു. പദ്ധതി തുടരുമോ, പുതുക്കി നടപ്പാക്കുമോ, അതോ മറ്റേതെങ്കിലും ക്ഷേമ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ സർക്കാർ പിന്നീട് കൂടുതൽ വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷ. സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നാണ് വിവിധ സംഘടനകൾ പറയുന്നത്. അതുപോലെ തന്നെ 4 മാസത്തോളം, അടുത്ത മാസം ആവാറായി, 4 മാസത്തോളം ഇനി കുടിശ്ശിക ഒരുമിച്ച് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ, അതായത് 4000 രൂപയോളം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇനി വരുമോ എന്നുള്ളതും പരിശോധിച്ച് തന്നെ അറിയണം. കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കൂടെ നമ്മൾ കാര്യമായി നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ, ഇനി സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ക്ഷേമ പെൻഷനിലേക്ക് വരാം. നിലവിൽ ലഭിക്കുന്ന പ്രതിമാസ 2000 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വർധനവ് പ്രഖ്യാപിച്ചിട്ടില്ല. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമ പെൻഷനുകൾ തുടരുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ചില വിഭാഗങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല. എന്നാൽ സർക്കാർ നൽകിയ ഏറ്റവും വലിയ ഉറപ്പ് എന്തെന്നാൽ ഇനി മുതൽ പെൻഷൻ വിതരണം കൃത്യമായി നടക്കുമെന്നും കുടിശ്ശിക ഒഴിവാക്കുമെന്നുമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം പെൻഷൻ വിതരണം വൈകിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ബജറ്റ് രേഖകൾ സൂചിപ്പിക്കുന്നു. പെൻഷൻ വർധനവ് ഇല്ലാത്തത് ചിലർ നിരാശയായി കാണുമ്പോൾ കൃത്യമായ വിതരണം ഉറപ്പു നൽകിയത് ഗുണഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന ഘടകമായി മാറിയിരിക്കുകയാണ്. ഇനി പുതിയ തൊഴിലുറപ്പ് പദ്ധതി. ജൂലൈ 1 മുതൽ സംസ്ഥാനത്ത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. VBG റാംജി എന്ന പേരിലാണ് പദ്ധതി അവതരിപ്പിക്കുന്നത്. ഈ പദ്ധതിക്ക് 1422 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാധാരണ തൊഴിലാളികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. തൊഴിലില്ലായ്മയുടെ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരം പദ്ധതിക്ക് വലിയ പ്രാധാന്യം തന്നെ ഉണ്ട്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി തൊഴിലുറപ്പ് പദ്ധതികളെ ബന്ധിപ്പിക്കുന്നതിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഗുണം ലഭിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകാൻ ഈ പദ്ധതിക്ക് കഴിയുമോ എന്ന് വരും മാസങ്ങളിലെ കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ നമ്മൾക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പുതിയ പദ്ധതിയിൽ 125 ദിവസമാണ് തൊഴിൽ കേന്ദ്ര സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ 400 രൂപയോളം വേതനം വർദ്ധിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. ഇതെല്ലാമാണ് പുതിയ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചുള്ള കാര്യം. ഇനി അടുത്ത കാര്യമാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഗുരുതര രോഗങ്ങൾക്കും അതുപോലെ വലിയ ചെലവ് വരുന്ന ചികിത്സകൾക്കും ഇത് വലിയ സഹായമാകുമെന്നാണ് പ്രതീക്ഷ. ആരോഗ്യ ചെലവുകൾ കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതി ഏറെ പ്രസക്തമായിരിക്കുകയാണ്. പദ്ധതിയുടെ അർഹതാ മാനദണ്ഡങ്ങൾ, രജിസ്ട്രേഷൻ നടപടികൾ, ഉൾപ്പെടുന്ന ആശുപത്രികൾ തുടങ്ങിയ കാര്യങ്ങൾ പിന്നീട് വിശദമായി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. സംസ്ഥാനത്തെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന പദ്ധതിയാണിതെന്ന് ഇപ്പോൾ പലരും വിലയിരുത്തുന്നുണ്ട്. എന്നാൽ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കൂടെ നമ്മൾ കാര്യമായി നോക്കേണ്ട കാര്യമുണ്ട്. ഇതെങ്ങനെ വർക്കാവും, ആർക്കൊക്കെ ഇത് ലഭ്യമാവും എന്നുള്ള കാര്യം കൂടെ
നമുക്ക് കണ്ടറിയാനേ സാധിക്കുള്ളൂ. സർക്കാർ ആശുപത്രികളിലൂടെയും സ്വകാര്യ ആശുപത്രികളിലൂടെയും സേവനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന പ്രതീക്ഷ. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന ലഭിച്ചിട്ടുണ്ട്. മത്സ്യബന്ധന ബോട്ടുകൾക്ക് ആവശ്യമായ മണ്ണെണ്ണയുടെ സബ്സിഡി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന തുകയെ അപേക്ഷിച്ച് സബ്സിഡി 75 രൂപയായി ഉയർത്തിയെന്നാണ് പ്രഖ്യാപനം വരുന്നത്. ഇന്ധന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസകരമായ ഒരു തീരുമാനം തന്നെയാണ്. അതോടൊപ്പം മോശം കാലാവസ്ഥയോ മറ്റ് കാരണങ്ങളിലോ മത്സ്യബന്ധനം മുടങ്ങുന്ന ദിവസങ്ങളിൽ സർക്കാർ സഹായം ലഭ്യമാക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. കടലിനെ ആശ്രയിച്ചു ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇത് വലിയ പിന്തുണയായിരിക്കും. മത്സ്യമേഖലയുടെ വികസനത്തിനും തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകുന്നുവെന്ന സന്ദേശമാണ് ഈ പ്രഖ്യാപനങ്ങൾ നൽകുന്നത്. അതുപോലെ തന്നെ ബജറ്റിലെ മറ്റൊരു പ്രധാന പ്രഖ്യാപനമാണ് ക്ഷേമനിധി ബോർഡുകളെ സംബന്ധിച്ചതാണ്. നിലവിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ക്ഷേമനിധി ബോർഡുകൾ സംസ്ഥാനത്തുണ്ട്. ഇവയിൽ സമാന പ്രവർത്തനങ്ങളുള്ള ബോർഡുകളെ ലയിപ്പിച്ച് ഒറ്റ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഭരണ ചെലവ് കുറയ്ക്കാനും സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് ഈ നടപടി എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതേസമയം വിവിധ തൊഴിലാളി സംഘടനകൾ ഈ തീരുമാനത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കുറവുണ്ടാകരുതെന്നും നിലവിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ലയനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്ന ശേഷമേ ഇതിന്റെ യഥാർത്ഥ സ്വാധീനം വിലയിരുത്താൻ കഴിയുകയുള്ളൂ. നമ്മൾ ഈ കേരള ബജറ്റിനെ വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സാഹചര്യവും പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാമ്പത്തിക വെല്ലുവിളികളാണ് കേരളം നേരിടുന്നത്. കേന്ദ്ര വിഹിതത്തിലെ കുറവ്, കടബാധ്യതയുടെ വർധന, പ്രകൃതി ദുരന്തങ്ങൾ, സാമൂഹ്യ സുരക്ഷാ ചെലവുകളുടെ വർധനവ് എന്നിവ സംസ്ഥാന ധനകാര്യത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വശത്ത് വികസന പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ട്, മറുവശത്ത് ക്ഷേമ പദ്ധതികൾക്കും പണം കണ്ടെത്തണം. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ബജറ്റായാണ് ഇതിനെ പല സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നത്. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ചെലവുകൾ നിയന്ത്രിക്കാനും സർക്കാർ വിവിധ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ബജറ്റിൽ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഡിജിറ്റൽ സംവിധാനം വ്യാപിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുന്നുണ്ട്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മാത്രമല്ല, ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രികളുടെ നവീകരണം, മെഡിക്കൽ കോളേജുകളുടെ വികസനം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്ക് കൂടുതൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ആരോഗ്യ രംഗം രാജ്യത്ത് തന്നെ മാതൃകയായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും പുതിയ രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവുകളും പുതിയ വെല്ലുവിളികളാണ് കൊണ്ടുവരുന്നത്. ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ ആശുപത്രികളിൽ കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാനുള്ള സാധ്യതയും ബജറ്റിൽ പരാമർശിക്കുന്നുണ്ട്. ടെലിമെഡിസിൻ സേവനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളുടെയും കോളേജുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കൂടുതൽ ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വ്യക്തത ഇല്ലെങ്കിലും സ്ത്രീ ശാക്തീകരണത്തിനായുള്ള വിവിധ പദ്ധതികൾക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും വനിതാ സംരംഭകർക്ക് കൂടുതൽ സഹായം നൽകാനും ലക്ഷ്യമിടുന്നുണ്ട്. സ്ത്രീകൾക്ക് സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കാൻ സഹായിക്കുന്ന വായ്പാ പദ്ധതികളും വിപുലീകരിക്കും. ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പ്രത്യേക പരിശീലന പദ്ധതികളും നടപ്പാക്കും. അതുപോലെ സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതികളാണ് ദീർഘകാല സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ബഡ്ജറ്റുമായുള്ള ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.